എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ എനിക്കിഷ്ടപ്പെട്ടൊരു ഭാഗമാണത്. രണ്ടാം ഊഴത്തിൽ ശത്രുവിനോട് ഒരിക്കലും ദയ കാട്ടരുതെന്നും സുഹൃതത്തിൽ പ്രേമം ഒരു മലകയറ്റം പോലെ അഡ്വഞ്ചർ ആണെന്ന് പറഞ്ഞതും ഇതേ MT തന്നെയാണ്. കാലിന്മേൽ കാല് കയറ്റി വെക്കാതെ വളരെ ശാന്തമായ മുഖത്ത് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് വളരെ പക്വതയോടെ ലളിതമായ കാച്ചിക്കുറുക്കിയ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച് വള്ളുവനാടൻ ഭാഷയിലൂടെ മലയാള സംസ്കാരത്തെ സ്നേഹിക്കാൻ ഒരു തലമുറയെ പഠിപ്പിച്ച വ്യക്തിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞുപോയ മഹാനായ എഴുത്തുകാരനായ MT വാസുദേവൻ നായർ. 9 നോവലുകൾ, 19 കഥാസമാഹാരങ്ങൾ, 54 തിരക്കഥകൾ, 6 സിനിമാ സംവിധാനങ്ങൾ, 2 സിനിമാ നിർമ്മാണങ്ങൾ, 21 സംസ്ഥാന അവാർഡുകൾ, 7 ദേശീയ അവാർഡുകൾ, പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ അവാർഡ്, JC ഡാനിയൽ അവാർഡ്, കേരള ജ്യോതി അവാർഡ്. അങ്ങനെ ഒരു മനുഷ്യന് ഒരു ആയുസിൽ നേടാൻ കഴിയുന്നതിനപ്പുറം സ്വന്തമാക്കി യാത്ര പറഞ്ഞു പോയ മഹാനായ MT വാസുദേവൻ നായർ ആരായിരുന്നു എന്ന് പറയുന്ന ഒരു ചെറിയ സമാഹാരം മാത്രമാണ് ഈ വീഡിയോ. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. ഒരു യുവാവ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ച് വളരെ മനോഹരമായി കുടുംബജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് തന്റെ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനിൽ ഒരു കുട്ടിയുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ഏതൊരു ഭർത്താവും ഒന്ന് പൊട്ടിത്തെറിച്ചു പോകും. ഈ അവസരത്തിൽ ആ ഭാര്യ തന്റെ കുട്ടിയെയും കൂട്ടി വീട് വിട്ടിറങ്ങി പോകുന്നു. ഈ സമയത്ത് ഭർത്താവ് എങ്ങനെ പ്രതികരിക്കും? ഈ കഥയുടെ ബാക്കി നിങ്ങൾ ഓരോരുത്തരുമാണ് എഴുതുന്നതെന്ന് ചിന്തിക്കുക. പ്രകമ്പനം കൊള്ളിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ഒരുപാട് ഡയലോഗുകൾ എഴുതാൻ ഉണ്ടായിരിക്കുമല്ലേ? എന്നാൽ ഇത്രയും പ്രാധാന്യമുള്ള ഒരു രംഗത്തിൽ MT ഒരൊറ്റ വാക്ക് മാത്രം എഴുതി ഈ കഥ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കഥ MT തിരക്കഥ എഴുതിയ ഓപ്പോൾ എന്ന സിനിമയുടെ കഥയാണ്. എന്നാൽ ഭയങ്കര പ്രകമ്പനം കൊള്ളിക്കുന്ന ഈ ഒരു രംഗത്തിൽ വരൂ എന്ന ഒരൊറ്റ ഡയലോഗ് മാത്രമേ MT എഴുതിയിട്ടുള്ളൂ. വരൂ എന്ന ആ ഒരൊറ്റ ഡയലോഗിൽ ആ കഥ മുഴുവൻ അവസാനിപ്പിക്കാൻ MTക്ക് കഴിഞ്ഞു. ഇതാണ് ഞാൻ മുൻപ് പറഞ്ഞ കാച്ചിക്കുറുക്കിയുള്ള MTയുടെ വാക്കുകൾ. 1933 പാലക്കാട് കൂടല്ലൂരിൽ T നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും ഇളയ മകനായിട്ടാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. സ്കൂൾ കാലം മുതലേ തന്നെ MT ചെറിയ കഥകൾ എഴുതുമായിരുന്നു. വിദ്യാഭ്യാസത്തിന് ശേഷം പട്ടാമ്പി, ചാവക്കാട് എന്നിവിടങ്ങളിലെ സ്കൂളുകളിൽ താൽക്കാലിക അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്യാൻ ആരംഭിച്ചു. പിന്നീട് കോഴിക്കോടുള്ള മാതൃഭൂമി വീക്കിലിയിൽ സബ് എഡിറ്ററായി അദ്ദേഹം ജോലി ആരംഭിക്കുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന സർക്കസ് കമ്പനികളുടെ പിന്നിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി എഴുതിയ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയിലൂടെയാണ് MT എഴുത്തിന്റെ ലോകത്തിലേക്ക് വരുന്നത്. MTയുടെ ഈ രചന അമേരിക്കയിലെ ന്യൂയോർക്ക് ഹെറാൾഡ് എന്ന പത്രത്തിൽ അന്ന് അച്ചടിച്ചു വന്നിരുന്നു. ഒരു നായർ കുടുംബത്തിൽ ജനിച്ചെങ്കിൽ പോലും അന്നത്തെ കേരളത്തിലെ പലരും പറയാൻ മടിച്ചിരുന്ന വലിയ സംഭവങ്ങൾ MT എഴുത്തിലൂടെ തുറന്നു പറഞ്ഞിരുന്നു. അതിന്റെ ഉദാഹരണമാണ് 1958 നാലുകെട്ട് എന്ന സിനിമയിലൂടെ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന പൂർവിക നായർ ഫ്യൂഡൽ കുടുംബ വ്യവസ്ഥ MT തുറന്നു കാട്ടിയത്. നാലുകെട്ടിലൂടെ MTക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും അന്ന് ലഭിച്ചിരുന്നു. തന്റെ ആദ്യ സംവിധാനമായ നിർമ്മാല്യം എന്ന സിനിമയിലൂടെ ദൈവം, വിശ്വാസം എന്നീ സങ്കല്പങ്ങളെ തച്ചുടച്ചുകൊണ്ടായിരുന്നു MTയുടെ വരവ്. MTയാണ് മലയാളത്തിൽ ആദ്യമായി കൃത്യമായ ഭാഷയും വ്യാകരണവും ഘടനയും നിർവഹിച്ച് സിനിമ എന്ന ദൃശ്യകലയ്ക്ക് തിരക്കഥ എഴുതി തുടങ്ങിയ വ്യക്തി. അദ്ദേഹം തിരക്കഥ എഴുതാൻ തുടങ്ങിയതിനു ശേഷമാണ് മലയാളി പ്രേക്ഷകർ ചലച്ചിത്ര തിരക്കഥയെ അതിന്റേതായ സവിശേഷതയുള്ള ഒന്നായി കണക്കാക്കാൻ തുടങ്ങിയത്. അതുമാത്രമല്ല, തിരക്കഥ എഴുത്തിനെ സാഹിത്യ രൂപമായി ഉയർത്തിയത് MTയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ MTയുടെ പല കൃതികളും പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ചിരുന്നത്. നിലവിൽ നമ്മൾ കേട്ടതും കണ്ടതുമായ പല ചരിത്ര കഥകളെയും വിശ്വാസങ്ങളെയും തിരുത്തിക്കുറിച്ചുകൊണ്ടായിരുന്നു MTയുടെ പല ചിന്തകളും എഴുത്തുകളും. അതിനുദാഹരണമാണ് വടക്കൻ പാട്ടിലെ ആരോമലിനെ ചതിച്ചു കൊന്ന ചതിയൻ ചന്തുവിനെ വടക്കൻ വീരകഥയിലൂടെ നല്ലവനായി പ്രതിഷ്ഠിച്ചതും പറയിപെറ്റ പന്തീരുകുലത്തിലെ പെരുന്തച്ചൻ എന്ന കഥാപാത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഇതിഹാസം തിരുത്തിക്കുറിച്ചുകൊണ്ട് എഴുതിയതും രണ്ടാം ഊഴത്തിലെ ശക്തനായ ഭീമനും അന്നത്തെ മനകളിൽ മുത്തശ്ശി കഥയായി പറഞ്ഞിരുന്ന യക്ഷി എന്ന ആശയത്തെ ആരും ഒട്ടും സങ്കല്പിക്കാത്ത രീതിയിൽ അദ്ദേഹം എഴുതി മെനഞ്ഞെടുത്തത്. തുടക്കകാലത്ത് ഇതൊന്നും പല ആളുകൾക്കും അത്ര സുഖിച്ചിരുന്നില്ല. MTയുടെ എഴുത്തിലെ സ്ത്രീകൾക്കെല്ലാം ശക്തമായ കഥ പറയാനുണ്ടായിരുന്നു. കാലം എന്ന നോവലിലെ സേതുമാധവൻ കണ്ടുമുട്ടുന്ന 3 സ്ത്രീകളും, ഓപ്പോളിലെ മാളുവും, നീലത്താമരയിലെ കുഞ്ഞുമാളുവും, ബന്ധത്തിലെ തങ്കവും, വൈശാലിയിലെ ദാസി പെൺകുട്ടിയും, എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിലെ കുഞ്ഞാത്തോളും ജാനകിക്കുട്ടിയും, ദയയിലെ ദയ എന്ന സുമറുവിനും അവരുടേത് മാത്രമായ ഒരു കഥയുണ്ടായിരുന്നു. മരണത്തെ പോലും MT വെറുതെ വിട്ടിട്ടില്ല. MTയുടെ കഥാപാത്രങ്ങളുടെ മരണം കണ്ട് നമ്മളും ഒരുപാട് വട്ടം സങ്കടപ്പെട്ടിട്ടുണ്ട്. ആരണ്യകത്തിലെ നക്സലേറ്റ് ജീവിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന സമയത്ത് മരിക്കുമ്പോഴും, മോഹവാഗ്ദാനങ്ങൾ നൽകി ചതിക്കപ്പെട്ട് വൈശാലി തിരക്കിനിടയിൽപ്പെട്ട് മരണപ്പെടുമ്പോഴും, വടക്കൻ വീരഗാഥയിലെ ചന്തു സ്വയം കുത്തി മരിക്കുമ്പോഴും, അപമാന ഭാരത്താൽ പെരുന്തച്ചൻ സ്വന്തം മകനെ കൊല്ലുമ്പോഴും,
സതയത്തിൽ സത്യനാഥനെ തൂക്കിക്കൊല്ലുമ്പോഴുമെല്ലാം കൂടെ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. വായിക്കുകയും കണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രേക്ഷകനെ വീണ്ടും ഒരുപാട് വട്ടം ചിന്തിപ്പിക്കുന്ന എഴുത്തുകളും MTയുടെ പ്രത്യേകതയാണ്. കടവ് എന്ന സിനിമയിലെ രാജു താൻ പരിചയപ്പെട്ട പെൺകുട്ടിക്ക് അവളുടെ ഊരിപ്പോയ പാദസരം തിരികെ കൊണ്ടു കൊടുക്കാൻ പോകുമ്പോൾ അവൾ തന്നെ തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്ന് സ്വന്തം ജാനകിക്കുട്ടിയിൽ ജാനകിയുടെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞാത്തോൾ ശരിക്കും ഒരു യക്ഷി തന്നെയായിരുന്നോ അതോ അവളുടെ തോന്നലായിരുന്നോ എന്ന് നമ്മൾ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്. കേരളത്തിന്റെ സമകാലിക ജീവിതത്തിന്റെ സാമൂഹിക സാംസ്കാരിക പ്രതിസന്ധിയുടെ ചിത്രീകരണത്തിന് MTയുടെ തിരക്കഥകൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മാനുഷിക മൂല്യങ്ങളുടെയും ബന്ധങ്ങളുടെയും ശുദ്ധീകരണം, നഷ്ടബോധം, മാനുഷികവൽക്കരണം, സ്വന്തം ചുറ്റുപാടിൽ നിന്നുമുള്ള അന്യവൽക്കരണം തുടങ്ങിയവയെല്ലാം MT മറ്റേത് എഴുത്തുകാരെക്കാൾ ഉപരിയായി ആഴത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കന്യാകുമാരി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, സതയം, അസുരവിത്ത്, ഇടവഴിയിലെ പൂച്ച മിണ്ടാപൂച്ച, അനുബന്ധം, ആൾക്കൂട്ടത്തിൽ തനിയെ, ആരൂഢം തുടങ്ങിയവയെല്ലാം ഇതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ്. 1995 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരുന്നു. ജ്ഞാനപീഠം ലഭിക്കുന്ന മലയാളത്തിലെ 4ാമത്തെ വ്യക്തിയായിരുന്നു MT. വ്യക്തി ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എഴുത്തുകാരിയും ട്രാൻസ്ലേറ്ററുമായിരുന്ന പ്രമീളയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ. അതിൽ സിത്താര എന്നൊരു മകൾ അദ്ദേഹത്തിനുണ്ട്. പിന്നീട് അവർ വിവാഹമോചിതരാവുകയും അതിനുശേഷം കലാമണ്ഡലം സരസ്വതിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അതിൽ അശ്വതി എന്നൊരു മകളും അദ്ദേഹത്തിനുണ്ട്. ഇന്ന് വ്ളോഗർമാരും മറ്റ് യാത്രകരും ലോകം എന്താണെന്ന് നമ്മെ കാണിച്ചു തരുമ്പോഴും ഇതൊന്നും എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിൽ യാത്രകൾ നടത്തി മികച്ച യാത്രാ വിവരണം നമുക്ക് സമ്മാനിച്ച വ്യക്തിയും കൂടിയാണ് MT. പ്രധാനമായും അദ്ദേഹത്തിന് 3 യാത്രാ വിവരണങ്ങളുണ്ട്. ആൾക്കൂട്ടത്തിൽ തനി എന്ന യാത്രാ വിവരണത്തിൽ അമേരിക്കയിലെ ആളുകളും അവരുടെ സംസ്കാരവും വെളിപ്പെടുത്തുന്നുണ്ട്. ചൈനയിലെ എഴുത്തുകാരോടൊപ്പം ഇടപഴകി അവരുടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖല വൻകടലിലെ വള്ളക്കാർ എന്ന യാത്രാ വിവരണത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിൻലാൻഡിലെ തുറസായ വയലുകളിൽ നിന്നും ജർമ്മനിയിലെ നാസി തടങ്കൽ പാളയമായിരുന്ന ബുക്കൻവാൾഡിലെ ഭയാനകരമായ ഓർമ്മകളിലേക്കുള്ള അസ്വസ്ഥമായ യാത്രയെ മനുഷ്യർ നിഴലുകൾ എന്ന യാത്രാ വിവരണത്തിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 3 യാത്രാ വിവരണങ്ങളും DC ബുക്സിന്റെ ഔദ്യോഗിക സൈറ്റിൽ ലഭ്യമാണ്. തകരുന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്ന മനുഷ്യൻ പതിയെ ലോകത്തിന്റെ വെളിയിലോട്ട് നടക്കുമ്പോഴുള്ള കിതപ്പും ഉത്സാഹവും എല്ലാം MTയുടെ എഴുത്തിലുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിൽ തനി എന്ന സിനിമ ഇതിന്റെ മികച്ച ഉദാഹരണമാണ്. ശത്രുവിനോട് ഒരിക്കലും ദയ കാട്ടരുത്, മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരു അവസരം കൊടുക്കരുത് എന്ന് എഴുതുമ്പോഴും കുഴിമിന്ന് കെട്ടിയ കഴുത്തിൽ ഒരു തിരുവാതിര നിലാവ് മുഴുവൻ പരന്നു കിടക്കുന്നു എന്ന് എഴുതാനും MTക്ക് മടിയില്ലായിരുന്നു. ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയിലേക്ക് കടന്നുപോയി നമുക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ മലയാളത്തിന്റെയും ഈ ദേശത്തിന്റെയും ഭാഷയുടെയും മഹാനായ എഴുത്തുകാര, അങ്ങേക്ക് വിട. ഒരുപാട് നന്ദി. മലയാളം ഉള്ളിടത്തോളം കാലം അങ്ങ് വരും തലമുറകളിലൂടെ ഓർമ്മിക്കപ്പെടും.